കാസർഗോഡ് ഓപ്പറേഷൻ തൂഫാനിൽ മൂന്നിടങ്ങളിൽ നിന്ന് പിടികൂടിയത് 44 ഗ്രാം MDMA. 3 പേർ പിടിയിൽ. ബദിയടുക്ക, കുമ്പള, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായാണ് വൻ രാസലഹരി ശേഖരവുമായി 3 പേരെ അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ ലഹരി മാഫിയക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ ബദിയടുക്ക, കുമ്പള, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി വൻ മയക്കുമരുന്ന് ശേഖരവുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരേ ദിവസം തന്നെ നടത്തിയ റെയ്ഡിലാണ് വൻ രാസലഹരി ശേഖരം പിടികൂടിയത്. ഇന്ന് നടത്തിയ 3 റെയ്ഡുകളിലായി ആകെ 44.06 ഗ്രാം MDMAയും ലഹരി വിൽപ്പന നടത്തിയതിന് ലഭിച്ച പണവും വാഹനങ്ങളും ഡിജിറ്റൽ ത്രാസുകളും പോലീസ് പിടിച്ചെടുത്തു. ഇന്ന് പുലർച്ചെ ബദിയടുക്ക സബ് ഇൻസ്പെക്ടർ രൂപേഷ് ടിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ റെയ്ഡ് നടന്നത്. ബദിയടുക്ക മുള്ളേരിയ റോഡിലെ എമിറേറ്റ്സ് കാർ വാഷ് സ്ഥാപനത്തിന് സമീപം ബൈക്കിൽ നിൽക്കുകയായിരുന്ന പുത്തികെ എടനാട് സ്വദേശിയായ മുഹമ്മദ് ഹനീഫ എ എന്ന കാക്ക ഹനീഫയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസും പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് നടത്തിയ ദേഹപരിശോധനയിൽ പ്രതിയുടെ പോക്കറ്റിൽ മാരക രാസലഹരിയായ 28.99 ഗ്രാം MDMA കണ്ടെടുത്തു. ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച 29,500 രൂപയും കടത്താൻ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളും മൊബൈൽ ഫോണും ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെ 3:35 കുമ്പള പോലീസ് സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എടനാട് ഗ്രാമത്തിലെ സീതാങ്കോളി ഉളിയത്തെടുക്ക റോഡിലുള്ള കണ്ണൂർ സ്ക്വയർ കെട്ടിടത്തിന്റെ 2ാം നിലയിലെ മുറിയിൽ നടത്തിയ റെയ്ഡിലാണ് കാസർഗോഡ് അങ്കടിമുഗർ മുഗൂർ റോഡ് ഉറുമിയിലെ റഫീഖ് മൻസിലിൽ താമസിക്കുന്ന ഷബീർ അലി പിടിയിലായത്. ഇയാൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 11.97 ഗ്രാം MDMA കുമ്പള പോലീസ് പിടികൂടി. ഇന്ന് രാവിലെയാണ് 3ാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പള്ളിക്കര കല്ലിങ്കൽ സ്വദേശിയും ഇപ്പോൾ പനയാൽ മൗവലിലെ ഇസ്മായിൽ ഹാജി ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ ഷാഹുൽ ഹമീദ് കെ ആണ് ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ സബ് ഇൻസ്പെക്ടർ അഖിൽ സെബാസ്റ്റ്യനും സംഘവും രാവിലെ 9:05 ഇവിടെ പരിശോധന നടത്തിയത്. കിടപ്പുമുറിയിലെ അലമാരയിൽ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് കണ്ടെത്തി. ഇത് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിലാക്കിയ നിലയിൽ 3.1 ഗ്രാം MDMAയും ഒരു പൊട്ടിയ ഗ്ലാസ് ട്യൂബും കണ്ടെടുത്തത്. കൂടാതെ മയക്കുമരുന്ന് തൂക്കി വിൽക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഡിജിറ്റൽ ത്രാസും പാക്ക് ചെയ്യാനുള്ള 50ഓളം ചെറിയ പ്ലാസ്റ്റിക് കവറുകളും ഇവിടെ നിന്നും പോലീസ് പിടിച്ചെടുത്തു. അറസ്റ്റിലായ പ്രതികൾക്ക് ലഹരിമരുന്ന് എത്തിച്ചു നൽകുന്ന അന്തർസംസ്ഥാന ലഹരി ശൃംഖലയെക്കുറിച്ചും ഇതിന്റെ പ്രധാന ഉറവിടങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 44 കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുകയും 49 പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.